ഫ്രണ്ട്സ്, എല്ലാവർക്കും ലിജീസ് വ്ലോഗ്സിൻ്റെ ഈ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഇവിടെ ഞങ്ങൾക്ക് എല്ലാവർക്കും സുഖം. ഞങ്ങളിതാ സ്കൂളിലേക്ക് പോകാനായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. നല്ല ചൂടാട്ടോ, നല്ല പെരും ചൂടാണ്, മഴയൊന്നും കിട്ടുന്നില്ല. അതുകൊണ്ട് ഇങ്ങനെ വേർത്ത് മുങ്ങിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇനി സ്കൂളിൽ പോയൊക്കെ വന്നിട്ട് വേണം നമുക്ക് മറ്റ് വീഡിയോ കാര്യങ്ങളിലേക്കൊക്കെ കിടക്കാനായിട്ട്. ഞങ്ങൾ സ്കൂളിലേക്ക് ഇറങ്ങണം. പിന്നത്തെ എല്ലാ വിശേഷങ്ങളായിട്ട് നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ അങ്ങനെ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് വന്നു. ക്ലാസ് കഴിഞ്ഞ് വന്ന് ഉച്ചക്കാലത്തെ ഫുഡൊക്കെ കഴിഞ്ഞ് സുഖമായി കിടന്നുറങ്ങി കേട്ടോ. അപ്പോൾ ഉറങ്ങണേക്കാളൊക്കെ മുമ്പായിട്ട് ഇതേ ഒരു കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വന്നപ്പോൾ തന്നെ കഴുകി, ടിഫിനുകളൊക്കെ ഉണ്ടായിരുന്നു, ഒക്കെ കഴുകി അപ്പം തന്നെ വെച്ചു. പിന്നെ ബാക്കി പാത്രങ്ങളൊക്കെ അതങ്ങനെ കഴുകി ബേസിനിൽ വെച്ചേക്കണം, എടുത്ത് വെച്ചിട്ടൊന്നുമില്ല. ഉറങ്ങി എന്നിട്ട് കഴിയുമ്പോൾ പിന്നെ ചായയൊക്കെ കുടിച്ച് അങ്ങനെ ചായ കുടിയൊക്കെ കഴിഞ്ഞ് ഇനി ഒരു ചെറിയൊരു ക്ലീനിങ് ഉണ്ട്. ഇവിടെ ഗ്യാസ് സ്റ്റൗവൊന്നും നമ്മൾ വൃത്തിയാക്കിയിട്ടൊന്നും ഉണ്ടാകുന്നില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് തുടച്ചിട്ടിട്ട് പോയി. ബാക്കി ശരിക്കുള്ള ലിക്വിഡൊക്കെ ഒഴിച്ചുള്ള ക്ലീനിങ് ഒന്നും ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കിയപ്പോൾ ഉണ്ടായിരുന്ന പൊടി കാര്യങ്ങളൊക്കെ ഒന്ന് വേഗത്തിൽ സ്പീഡിലൊന്ന് തുടച്ചിട്ടിട്ട് പോയി. അത്രയേ ഉള്ളൂ. അപ്പോൾ എനിക്ക് ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ആക്കണം വേഗത്തിൽ. അതിന് ശേഷം രാത്രിക്ക് വേഗത്തിന് ഒരു കറി ഉണ്ടാക്കണം. ഞങ്ങളുടെ സ്കൂളിലെ യൂത്ത് ഫെസ്റ്റിവലൊക്കെ കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു തിക്കും തിരക്കൊക്കെ ആയിരുന്നു ഇത്രയും ദിവസമൊക്കെ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇനി അടുത്ത തിക്കും തിരക്കെന്ന് പറയുന്നത് ഇനി എനിക്ക് ബൈബിൾ എഴുതി തീർക്കാനുണ്ട്. അപ്പോൾ ഈ മാസം അവസാനത്തോടു കൂടി അത് ബൈൻഡിങ്ങിനായിട്ട് കൊടുക്കണം. അപ്പോൾ അതിൻ്റെ ഒരു തിക്കും തിരക്കുമാണ്. അതും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് ആശ്വാസമായി. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഈ ദിവസങ്ങളിലൊക്കെ ഡെയിലി വീഡിയോ ഇടാത്തത് കേട്ടോ. പിന്നെ അഞ്ജുവിൻ്റെ ഗ്രൂപ്പ് ഡാൻസിൻ്റെയൊക്കെ റിസൾട്ട് അറിഞ്ഞു. അപ്പോൾ ഗ്രൂപ്പ് ഡാൻസിന് അഞ്ജുവിൻ്റെ ഗ്രൂപ്പിന് തന്നെയാണ് ഫസ്റ്റ് പ്രൈസ്. അപ്പോൾ അത് വലിയൊരു സന്തോഷമായിരുന്നു. ഗ്രൂപ്പ് ഡാൻസിന് ഫസ്റ്റ് പ്രൈസും ഭരതനാട്യത്തിന് സെക്കൻഡ് പ്രൈസും ഉണ്ട് അഞ്ജുവിന്. പിന്നെന്താ, ഇനി ഞാൻ കിച്ചണിലെ കാര്യങ്ങളിലേക്കൊക്കെ കിടക്കട്ടെ. ഇവിടെ ഇപ്പോഴും നല്ല ചൂടൊക്കെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് അധികം നേരം നമുക്ക് കിച്ചണിൽ നിൽക്കാൻ പറ്റില്ല. പെട്ടെന്ന് ജോലികൾ തീർത്ത് പോകണം. അപ്പം ഞാൻ ആദ്യം ഇവിടെ നിന്ന് ഗ്യാസ് സ്റ്റൗവൊക്കെ ഒന്ന് ക്ലീൻ ആക്കട്ടെ. അതുപോലെ സ്ലാബ് കാര്യങ്ങളൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുത്തേ. അപ്പോൾ ഞാൻ എന്താ സ്ഥിരം യൂസ് ചെയ്യുന്ന ഇതേ ലിക്വിഡ് തന്നെ വെച്ചിട്ടാട്ടോ ഇവിടെയൊക്കെ ക്ലീൻ ചെയ്യാറ്. നിങ്ങൾ മുൻപും കാണിച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് ഞാൻ നമ്മുടെ ഡിഷ് വാഷ് അതൊരു ശകലം ചേർത്തിട്ടുണ്ട്. ഞങ്ങൾ ഇപ്പോൾ യൂസ് ചെയ്യുന്നത് പ്രില്ലാണ്, പ്രിൽ. അപ്പോൾ അതാണ് കേട്ടോ ഗ്രീൻ കളറിലിരിക്കണത്. പിന്നെ ഇതിനകത്ത് ഞാനൊരു കുറച്ച് ചൊറുക്ക വിനീഗർ ചേർത്തിട്ടുണ്ട്. പിന്നെ ഇത്തിരി ഉപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കൂടെ ചേർത്താണ് ക്ലീൻ ചെയ്യുന്നത്. നല്ലൊരു ഷൈനിങ്ങൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ ഉപ്പും കൂടെ ചേർക്കുന്നത്. അപ്പോൾ നല്ലപോലെ വൃത്തിയായി കിട്ടും. അതുപോലെ നല്ല സ്മെല്ലായിരിക്കും നമ്മൾ ആ വിനീഗറൊക്കെ ചേർത്ത് കഴിയുമ്പോൾ. അതേപോലെ തന്നെ ഒരു ശകലം ബേക്കിംഗ് സോഡയും കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് കുറേ ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. തിരിച്ച് നമുക്കൊന്ന് സ്പ്രേ ചെയ്തിട്ട് വേഗം തുടച്ച് വേഗം ക്ലീൻ ആക്കാം. അപ്പോൾ ക്ലീനിങ്ങൊക്കെ ഇതാ ഒരുവിധമൊക്കെ തീർത്തു കേട്ടോ. അപ്പോൾ ഇനി അടുത്ത ജോലി എന്ന് പറയുന്നത് എനിക്ക് വൈകുന്നേരത്തേക്കുള്ള കറി ഉണ്ടാക്കാമെന്നുള്ളത്. അപ്പോൾ ഇനി ഞാൻ മുട്ടക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചേക്കണേ. അപ്പോൾ മുട്ട അതിനായിട്ട് ബോയിൽ ചെയ്യാൻ വേണ്ടി വെക്കാൻ പോകണം. അപ്പോൾ ഇതിനിടയ്ക്ക് ഞാൻ ഒരിക്കൽ വീഡിയോ ഇട്ടപ്പോൾ 2-3 വീഡിയോയ്ക്ക് മുൻപായിട്ട് ഒരിക്കൽ ഞാൻ വീഡിയോ ഇട്ടപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് 1-2 പേര് റിക്വസ്റ്റ് ചെയ്തായിരുന്നു എഗ്ഗ് ബോയിൽ ചെയ്യണതിൻ്റെ, ഞാൻ എങ്ങനെ എഗ്ഗ് ബോയിൽ ചെയ്യണമെന്നുള്ളതിൻ്റെ വീഡിയോ ഒന്ന് ക്ലിയർ ആയിട്ട് കാണിക്കാൻ. അപ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല, ഞാൻ കുക്കറിലാണ് എനിക്ക് എളുപ്പത്തിൽ ജോലി തീരാനായിട്ട് ഞാൻ കുക്കറിലാണ് എഗ്ഗ് ബോയിൽ ചെയ്യാറ്. അപ്പോൾ ഞാൻ എന്താ എഗ്ഗ് കൂടെ കഴുകി എടുത്തിട്ടുണ്ട് 4 എണ്ണം. അപ്പോൾ അത് ഞാൻ എന്താ കുക്കറിലേക്ക് വെക്കണം കേട്ടോ. കുക്കറിലാവുമ്പോൾ നമുക്ക് ഒറ്റ വിസിൽ വന്നാൽ മതി. അപ്പോൾ എളുപ്പം ജോലി കഴിഞ്ഞല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഞാൻ എന്താ 4 എഗ്ഗ് ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്ത് എഗ്ഗൊക്കെ ഒന്ന് മുങ്ങി കിടക്കാൻ പാകത്തിന് ഞാൻ വെള്ളം എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്താ ഇതിനകത്തേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. പിന്നെ അതായത് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് അടച്ച് അടപ്പത്ത് വയ്ക്കാം. ഒരു വിസിൽ വന്നു കഴിയുമ്പോൾ ഓഫാക്കാം. പിന്നെ ഒന്ന് കൂളായി കഴിയുമ്പോൾ അത് നമുക്ക് തൊണ്ടകളഞ്ഞെടുക്കാം. അത്രയേ ഉള്ളൂ. സിമ്പിളായിട്ടാണ് ഞാൻ എഗ്ഗ് ബോയിലിംഗ് ചെയ്യാറ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പല പ്രാവശ്യം വീഡിയോയിൽ കാണിച്ചേക്കുന്നതുകൊണ്ടാണ് അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാതെ. ഞാൻ പിന്നെ നമ്മുടെ ഫ്രണ്ട്സ് ആരെങ്കിലും പുതിയവരൊക്കെ ആയിരിക്കാം, അവർ റിക്വസ്റ്റ് ചെയ്തുകൊണ്ടാണ് കേട്ടോ ഞാനിപ്പോൾ ഇത് കാണിക്കുന്നത്. അപ്പോൾ നമുക്കിനി ഇത് അടപ്പത്ത് വയ്ക്കാം.
ഇന്നലെ എനിക്ക് സമയം കിട്ടിയപ്പോൾ ഞാൻ കുറച്ച് കടുകൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചു. അപ്പോൾ ക്ലീൻ ചെയ്ത് വെച്ചതിൻ്റെ ക്ലിപ്പ് ഞാൻ ഇതിനകത്തേക്ക് ഉൾപ്പെടുത്താം കേട്ടോ. നമുക്കൊരുവിധം എല്ലാ കറികളും ഉണ്ടാക്കുമ്പോഴും അതുപോലെ തോരൻ ഉണ്ടാക്കുമ്പോഴും ഒക്കെ ആവശ്യമുള്ളൊരു മെയിൻ ഐറ്റമാണ് കടുക്. അപ്പോൾ ഞാനിങ്ങനെ കടുക് വാങ്ങി കുറച്ചധികം വാങ്ങിച്ചു, 1 കിലോയോ 2 കിലോയോ ഒക്കെ വാങ്ങി കഴുകി ഉണക്കി ക്ലീനാക്കി എടുത്ത് വയ്ക്കും. അപ്പോൾ നമുക്ക് ഒരു കൊല്ലത്തേക്ക് നല്ല സുഖമായിട്ട് ഉപയോഗിക്കാനുള്ളതുണ്ടാവും. അപ്പോൾ അങ്ങനെ ഈ പ്രാവശ്യം ഇപ്പോൾ ഒരു 2 കിലോ വാങ്ങിയതാണ് കേട്ടോ. അപ്പോൾ 2 കിലോ വാങ്ങി കഴുകി ഉണക്കി ഞാൻ എടുത്തതാണ്. പക്ഷെ നമ്മൾ കഴുകി ഉണക്കി എടുത്തതിന് ശേഷമാണ് നമ്മൾ കഴുകുമ്പോൾ കുറച്ച് കരടുകളൊക്കെ ഇങ്ങനെ പൊന്തി കിടക്കണ പോലത്തെ കരടുകളെല്ലാം അതൊക്കെ വെള്ളത്തിൽ കൂടെയൊക്കെ പോയി കിട്ടും. പക്ഷെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഉണങ്ങി എടുത്തു കഴിഞ്ഞിട്ട് നമുക്കൊന്നും കൂടെ അത് ക്ലീൻ ആക്കണം. അപ്പോഴാണ് അതിനകത്ത് ചെറിയ ചെറിയ പൊടിയോ അല്ലെങ്കിൽ മണ്ണോ അല്ലെങ്കിൽ കല്ലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടെ നമുക്ക് ക്ലീനായി കിട്ടും. കഴുകുമ്പോൾ തന്നെ ഒത്തിരി പോകും കേട്ടോ. മണ്ണ് പോലത്തെ അങ്ങനത്തെയൊക്കെ പൊടികളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോയി കിട്ടും. എന്നാലും ചെറിയ കൊച്ചു കൊച്ചു കല്ലുകളൊക്കെ ഉണ്ടാവും, മണലിൻ്റെ തരി പോലത്തെയൊക്കെ. അപ്പോൾ അതൊക്കെ നമ്മൾ ക്ലീൻ ആക്കാൻ ഞാൻ ഇങ്ങനെയായിട്ടോ ചെയ്യാറ്. അപ്പോൾ ഞാൻ ഓർത്തു ഈ വീഡിയോ നിങ്ങൾക്കും കൂടെ യൂസ്ഫുൾ ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ജസ്റ്റ് എടുത്തതാണ് ഈ വീഡിയോ. അപ്പോൾ അവിടെ കുറച്ച് ഞാൻ ക്ലീൻ ആക്കാൻ തുടങ്ങിയായിരുന്നു. അപ്പോഴാണ് ഓർത്തത് വീഡിയോ എടുക്കാമെന്ന്. അപ്പോൾ ഇത് നമുക്ക് ക്ലീൻ ആക്കാനുള്ളത് ഇത്ര ഞാൻ ക്ലീൻ ആക്കിയിട്ട് നമുക്ക് ഈ രീതിയിൽ ഇതങ്ങനെ വേസ്റ്റ് കിട്ടും കേട്ടോ. കണ്ടോ? അപ്പോൾ തരിതരിയായിട്ടുള്ളതൊക്കെ നമുക്കിങ്ങനെ കിട്ടും. അപ്പോൾ ഇങ്ങനെ ക്ലീൻ ആക്കി നമ്മൾ ബോട്ടിലാക്കി അടച്ചു വെച്ചാൽ നമുക്ക് പിന്നെ 1 വർഷത്തേക്ക് മേടിക്കണ്ട. നമ്മൾ വിചാരിക്കും കടുകിനകത്ത് മണ്ണും ചെടിയും പഴുക്കൊന്നും ഇല്ലാന്ന്. പക്ഷേ നമ്മൾ 1 കിലോ ഒക്കെ വാങ്ങിച്ചാൽ 1/2 കിലോയോ 1 കിലോയോ നിങ്ങളുടെ ആവശ്യാനുസരണം വാങ്ങിച്ച് കഴുകുമ്പോൾ കാണാം ഒത്തിരി അഴുക്ക് പിടിച്ച് വെള്ളം ഇങ്ങനെ പോകുന്നത്. എപ്പോഴും കഴുകി യൂസ് ചെയ്യുന്നതാണ് നല്ലത്. ടൈമൊക്കെ ഉണ്ടെങ്കിൽ. ടൈമില്ലാത്തവർ പിന്നെ പാക്കറ്റ് വാങ്ങിക്കാൻ അത് നിർത്തിയില്ലല്ലോ. അപ്പം ഞാൻ ഇതും കൂടെ ഒന്ന് വേഗം ക്ലീനാക്കി എടുക്കട്ടെ. അപ്പോൾ ക്ലീനാക്കാനായിട്ട് ഞാൻ അവിടെ ഇതേപോലെ 2 പാത്രങ്ങൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് വട്ടമുള്ളൊരു പാത്രം എടുക്കണമെങ്കിൽ എളുപ്പമുണ്ട്. പിന്നെ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന ഒരു ട്രേയോ അല്ലെങ്കിൽ ഇതേപോലത്തെ പ്ലേറ്റുകൾ വലുതോ ചെറുതോ ഉണ്ടെങ്കിൽ അത് മതി. നമ്മുടെ സ്റ്റീൽ പ്ലേറ്റിനേക്കാളും നല്ലത് ഇങ്ങനത്തെ പ്ലേറ്റുകളാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ കയ്യിലുള്ള സ്റ്റീൽ പ്ലേറ്റൊക്കെ ഇവിടെ ഇങ്ങനെ വക്കുണ്ട്. അപ്പോൾ ആ വക്കിൻ്റെ അടുത്ത് ഇങ്ങനെ പിടിച്ചിരിക്കും. ഇതാവുമ്പോൾ ഇങ്ങനെ ഇവിടെ അടിയിലൊന്നും ഒരു തടസ്സമില്ല. അപ്പോൾ നമ്മൾ ക്ലീൻ ആക്കുമ്പോൾ നേരെ കടുക് താഴേക്ക് ഇങ്ങനെ വന്ന് വീണ് കിട്ടും. അപ്പോൾ ഈ രീതിയിലായിട്ട് ഞാൻ ക്ലീൻ ആക്കാറ്. നമുക്ക് ബേസിലേക്ക് ഇതിനെ ചെരിച്ച് വയ്ക്കുക. എന്നിട്ട് ഈ രീതിയിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുക. അപ്പോൾ നല്ല കടുകായിട്ടുള്ളത് വേഗത്തിൽ തന്നെ നമ്മൾ അരക്കുമ്പോഴേക്ക് അതിങ്ങനെ ഊർന്ന് വീണോളും. പിന്നെ കല്ലും കരിയൊക്കെ ആയിട്ടുള്ളത് ഇവിടെ സെൻറ്ററിൽ ഇങ്ങനെ നിൽക്കും. അപ്പോൾ അങ്ങനെ വീഴാണ്ടാവുമ്പോൾ നമ്മൾ പയ്യൊന്ന് കൈയോട്ട് ഇങ്ങനെ നനക്കി കൊടുത്താൽ മതി. പ്ലേറ്റ് എടുത്താലും കുഴപ്പമില്ല കേട്ടോ. വക്കില്ലാത്ത പ്ലേറ്റ് കൊണ്ടോ അങ്ങനെ ചെയ്യാം. ഇതിനകത്തുനിന്ന് ഒറിജിനലായിട്ടുള്ള കടുക് മാത്രമേ താഴേക്ക് വീഴുള്ളൂ. ബാക്കിയുള്ളതെല്ലാം അവിടെ തടഞ്ഞു നിൽക്കും. അപ്പോൾ ഇത്രയും നമുക്ക് ഇത് നല്ല കടുകല്ല കേട്ടോ. അപ്പോൾ അങ്ങനെ കട്ടിയില്ലാത്ത സൈസ് നമ്മൾ നെല്ലൊക്കെ കഴുകുമ്പോൾ പതിരൊക്കെ വേറിട്ട് വരില്ലേ എന്ന മാതിരി ശരിക്കുള്ള കടുകല്ല. അപ്പോൾ ഇതിനെ നമുക്ക് പേസ്റ്റിലേക്ക് മാറ്റാം. ഇത് ഞാൻ വാഷ് ചെയ്ത് 2-3 ദിവസം വെയിലത്ത് വെച്ച് നല്ലപോലെ ഉണക്കിയെടുത്ത കടുക കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇതുണ്ട് ഇതേപോലെ ഇങ്ങനെ കല്ലൊക്കെ കാണും, ചെറിയ ചെറിയ കല്ലുകളൊക്കെ. അപ്പോൾ അതെല്ലാം ഇങ്ങനെ തടഞ്ഞു നിന്നോളും. ഇതേപോലെ തന്നെ ഇതിനകത്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിലാണ് ഞാൻ കടുക് ക്ലീനാക്കി എടുക്കാറ്. അങ്ങനെ ഇത് മുഴുവൻ എനിക്ക് ക്ലീനാക്കി എടുക്കണം. അപ്പോൾ ഞാനിത് ക്ലീനാക്കി എടുത്തിട്ട് ഇനി നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ എന്താ കടുക് മുഴുവൻ ക്ലീനാക്കി എടുത്തു കേട്ടോ. അതാ നമുക്ക് ക്ലീനായിരിക്കുന്ന കടുകാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. നല്ലപോലെ തന്നെ ക്ലീനായിട്ടുണ്ട്. പിന്നെ ഇതിനകത്തുനിന്ന് കിട്ടിയ പൊടിയും കരടും അഴുക്കൊക്കെ ആയിട്ട് മണലും കണ്ടോ. ഈ രീതിയിലാണ് നമുക്ക് കടുകിൻ്റെ ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞപ്പോൾ കിട്ടിയ ഭാഗങ്ങൾ. ഇതും അതെ കേട്ടോ. പാത്രത്തിലുള്ള കടുക് ക്ലീൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ ബാക്കിയുള്ളത് കൂടിയിട്ടത് കണ്ടോ. ഇവിടെ നല്ലപോലെ നമുക്ക് പൊടിയും മണ്ണൊക്കെ കാണാം. അതുപോലെ ഇതിനകത്ത് കല്ലും കരടൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ എത്ര ക്ലീനാക്കി കഴുകാൻ നേരത്ത് ക്ലീനാക്കി എടുത്താലും അതിനകത്ത് കുറച്ച് വേസ്റ്റുകളും കരടുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ രീതിയിലെല്ലാം ക്ലീനാക്കി കഴിഞ്ഞു. അപ്പോൾ ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞപ്പോൾ ഇതേപോലെ ഞാൻ ബോട്ടിലുകളിലാക്കിയാണ് കടുക് എടുത്ത് വയ്ക്കാറ്. പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലോ അല്ലെങ്കിൽ
ഗ്ലാസിൻ്റെ ബോട്ടിൽ ഏതെങ്കിലും ബോട്ടിൽ നമുക്ക് വയ്ക്കാം കേട്ടോ, എന്തെങ്കിലും പാത്രങ്ങളിൽ നമുക്ക് എടുത്ത് വയ്ക്കാം. അപ്പോൾ ഇവിടെ ഞാൻ ഇങ്ങനെ ഗ്ലാസ് കൊണ്ട് കോരി ഇങ്ങനെ ബോട്ടിലാക്കി അടച്ചെടുത്ത് വയ്ക്കണം. ഇനി നമുക്കിത് ഈ കടുക് കഴിയുന്ന കാലം വരെ യൂസ് ചെയ്യാം. 1 കൊല്ലോ 2 കൊല്ലോ എത്ര നാളിരുന്നാലും ഒരു കുഴപ്പമില്ല, ഒരു കേടും വരാതെ നമുക്ക് അടിപൊളിയായിട്ട് എല്ലാ കറികളിലും തോരനിലും ഒക്കെ ഇട്ട് യൂസ് ചെയ്യാം. നമ്മുടെ ഹെൽത്തിനും ഇത് ഒത്തിരി നല്ലതാണ് നമ്മൾ വാഷ് ചെയ്ത് യൂസ് ചെയ്യുന്നത്. ഞാനിങ്ങനെ ജീരകം, കടുക് ഇങ്ങനത്തെയൊക്കെ ഐറ്റംസൊക്കെ സമയമൊക്കെ കിട്ടുമ്പോൾ കഴുകി ഉണക്കിയൊക്കെ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ സമയം കിട്ടാത്തപ്പോൾ പാക്കറ്റൊക്കെ തന്നെ വാങ്ങിക്കാറുണ്ട്. അപ്പോൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇത്രയും കടുക് ഞാൻ പ്ലാസ്റ്റിക് പാത്രങ്ങളിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യം വരുമ്പോൾ നമ്മൾ യൂസ് ചെയ്ത് ചെറിയ കുപ്പിയിലാട്ടോ, ചെറിയ കുപ്പിയിൽ തന്നെ എപ്പോഴും യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് കഴിയുമ്പോൾ ഞാൻ ഇതിൽ നിന്ന് അതിലേക്ക് പകർത്തി വയ്ക്കുകയാണ് ചെയ്യാറ്. അപ്പോൾ അപ്പോൾ കുറേ നാളത്തേക്കുള്ള കടുകായി എനിക്ക്. അപ്പോൾ ഈ കടുക് നീക്കി വെക്കിയിട്ട് ഇവിടെ കുപ്പി ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഓർത്ത് നിങ്ങളെ കൂടെ കാണിച്ചതാണ്. അപ്പോൾ എഗ്ഗ് കറി ഉണ്ടാക്കാനായിട്ട് ഞാൻ അവിടെ 2 സബോള എടുത്തിട്ടുണ്ട്. ഒരു വലിയ സബോള, ഒരു ചെറിയ സബോളയും, പിന്നെ ഒരു പച്ചമുളക്, പിന്നെ ഇവിടെ 2 തക്കാളി എടുത്തിട്ടുണ്ട്. 2 തക്കാളി. അപ്പോൾ ഇത് ഫ്രിഡ്ജിനകത്തായിരുന്നു തക്കാളി. അപ്പോൾ ഞാൻ എൻ്റെ തണുപ്പൊന്ന് വിടാനായിട്ട് വെള്ളത്തിലേക്ക് എടുത്തിട്ടത് കേട്ടോ, തണുപ്പൊന്ന് വിട്ട് കിട്ടാനായിട്ട്. അപ്പം ഞാൻ വേഗം ഒന്ന് ക്ലീൻ ചെയ്ത് എടുത്തിട്ട് കുക്കറിൽ നിന്ന് വിസിൽ വന്നിട്ടോ. വിസിൽ വന്നപ്പോൾ ഞാൻ ഓഫാക്കി. ഇനി നമുക്ക് സബോളയും തക്കാളിയും പച്ചമുളകും ഒക്കെ കട്ട് ചെയ്തെടുക്കാം. പിന്നെ വെളുത്തുള്ളി ഇഞ്ചി ഞാൻ പേസ്റ്റ് ചേർക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് പിന്നെ അത് ക്ലീൻ ആക്കേണ്ട, വേഗത്തിൽ നമുക്ക് റെഡിയാക്കാം. കട്ട് ചെയ്തെടുക്കേണ്ടതെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടോ. സവോളയും കട്ട് ചെയ്തെടുത്തു, തക്കാളി, പച്ചമുളക്, പിന്നെ നമ്മൾ ബോയിൽ ചെയ്ത എഗ്ഗ് തൊണ്ടൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുക്കറിൽ ഒരു വിസിൽ വരുത്തിയെടുത്താലും എഗ്ഗ് നല്ലപോലെ നമുക്ക് ബോയിലായി കിട്ടും. അതുപോലെ തൊണ്ട് കളയാനൊന്നും ഒരു ബുദ്ധിമുട്ടില്ല കേട്ടോ. നമ്മൾ അപ്പോൾ എപ്പോഴും ഇതിന് ആവി പറന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാം. ഞാനെങ്ങനെ എഗ്ഗ് ബോയിൽ ചെയ്യുന്നതെന്നുള്ളത് മനസ്സിലായി കാണുന്നു വരുന്നു. അപ്പോൾ നമുക്കിനി ഇതിനൊന്ന് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം എഗ്ഗിന്. അതിന് ശേഷം ചെറിയൊരു കുഴമ്പ് ഭാഗത്തിനുള്ളൊരു കറി ഉണ്ടാക്കുന്നത്. ഞാൻ തേങ്ങാപ്പാലും തേങ്ങയൊന്നും അരച്ചൊന്നും ചേർക്കുന്നില്ല, സിമ്പിളായിട്ടുള്ളൊരു കറിയാണ് ഉണ്ടാക്കുന്നത്. അതിന് ശേഷം എനിക്ക് നാളത്തേക്ക് രാവിലത്തേക്ക് ഒരുപാട് ജോലികളുണ്ട്. ഇന്ന് ചെയ്തു വെക്കേണ്ട കുറേ ജോലികളുണ്ട്, കിച്ചൺ വർക്കുകൾ. അപ്പോൾ അതൊക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ അങ്ങനെ ജോലികൾ ഒരുപാട് കിടക്കുന്നതുകൊണ്ട് ഞാൻ വേഗത്തിലാട്ടോ ഇന്നത്തെ ജോലികൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ പാനൊക്കെ കൂടെ നല്ലപോലെ ചൂടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ശകലം ഓയിൽ ഒഴിച്ചു കൊടുക്കണം. ഇത് നല്ല ബോട്ടിലാട്ടോ. ഞാൻ നിങ്ങളോട് കുറച്ച് നാൾ യൂസ് ചെയ്തതിന് ശേഷം കുറച്ച് ദിവസമൊക്കെ കഴിഞ്ഞിട്ട് റിവ്യൂ പറയാമെന്ന് പറഞ്ഞായിരുന്നു. നല്ല അടിപൊളി ബോട്ടിലാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. നമുക്ക് യൂസ് ചെയ്യാനും ഇതിൻ്റെ വായിക്ക് നല്ല വട്ടുള്ളത് കൊണ്ട് യൂസ് ചെയ്യാനൊക്കെ നല്ല എളുപ്പമുണ്ട് കേട്ടോ. ഓയിൽ ഒഴിക്കാനും തുറക്കാനും അടയ്ക്കാനും ഒക്കെ നല്ല എളുപ്പമുണ്ട്. അപ്പോൾ ഞാൻ എഗ്ഗ് റോസ്റ്റ് ചെയ്തതിലേക്ക് ഒരു ശകലം ഉപ്പും ഇത്തിരി മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മാത്രം ഇട്ടൊരു ചേർത്തേക്കുന്നത്. ഇങ്ങനെയൊന്ന് ഫ്രൈ ചെയ്ത് വെക്കുന്നത് ഇവിടെ അഞ്ജുനൊക്കെ ഇഷ്ടമാണ്. വെറുതെ ഇങ്ങനെ ബോയിൽ ചെയ്ത് വെക്കുന്നതിനേക്കാളും അവർക്ക് ഇഷ്ടം ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഫ്രൈ ചെയ്ത് വെക്കുന്നത്. ഇപ്പോഴത്തെ നമ്മുടെ ക്യാമറമാൻ എന്ന് പറയുന്നത് ആൽവിനാട്ടോ. ആൽവിൻ വീട്ടിലുള്ളത് കൊണ്ട് ആൽവിനാണ് ഇപ്പോൾ എനിക്ക് വീഡിയോ ഒക്കെ എടുത്തിരുന്നത്. പിന്നെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ആൽവിൻ IELTS-ൻ്റെ പ്രിപ്പറേഷനൊക്കെ എവിടം വരെയായി ഒന്നും പറഞ്ഞില്ലല്ലോ എന്ന്. ആൽവിൻ IELTS-ന് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൽവിന് എക്സാം എഴുതാനുള്ള ഡേറ്റ് കിട്ടിയിരിക്കുന്നത് 7th ഒക്ടോബറാണ്. അപ്പോൾ IELTS-ൻ്റെ ആൽവിൻ്റെ എക്സാം 7th ഒക്ടോബറിനാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിച്ചോളൂ, പ്രാർത്ഥനയിലൊക്കെ ഓർത്തോളും. അപ്പോൾ അങ്ങനെ ഞങ്ങളും ഡേറ്റ് നോക്കിയിരിക്കുന്നു. നമ്മളിതാ എഗ്ഗ് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കറി ഉണ്ടാക്കാം.
ഇതിൽ ഓയിൽ ശകലം കുറവാണ്. ഞാൻ ഇത്രയും കൂടെ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ എന്താ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ഒരു ശകലം ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് ജോലി തിരക്കൊക്കെ ഉള്ള സമയത്ത് ഇങ്ങനെ ഇതിൻ്റെ ഒരു പാക്കറ്റ് വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് എളുപ്പമുണ്ട് കേട്ടോ. സമയമില്ലാത്തപ്പോൾ യൂസ് ചെയ്യാൻ പറ്റിയ ഐറ്റത്. സമയമുള്ളപ്പോൾ നമ്മൾ നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ നന്നാക്കി അരച്ചോ ചതച്ചൊക്കെ ചേർക്കുന്നതിനാണ് ഏറ്റവും ബെസ്റ്റ് മെത്തേഡ്. നമ്മുടെ ആ സബോളയൊക്കെ കൂടെ വഴന്നൊഴുകിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് വേണ്ട പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ എന്താ ഒരു ശകലം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതാ ഒരു കുറച്ച് മല്ലിപ്പൊടി, പിന്നെ അടുത്തത് മുളക് പൊടി, പിന്നെ അടുത്ത് ചേർക്കുന്നത് ഇത്തിരി പെരിഞ്ജീരകത്തിൻ്റെ പൊടി കേട്ടോ, പെരിഞ്ജീരകം. അടുത്തത് ഗരം മസാല, ഞാൻ വീട്ടിൽ തന്നെ ചൂടാക്കി പൊടിച്ച് ഗരം മസാല, അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മസാലയൊക്കെ കൂടെ നല്ലപോലെ ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തക്കാളിയും കറിവേപ്പിലയൊക്കെ ഇട്ട് കൊടുക്കാം. നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ ഉപ്പ് ചേർത്തിട്ടില്ല. അപ്പോൾ തക്കാളിയൊക്കെ നമുക്കൊന്ന് വെന്ത് കിട്ടാനും കറിയിലേക്ക് ആവശ്യത്തിനും കൂടിയുള്ള ഉപ്പ് നമുക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ഈ തക്കാളിയൊക്കെ ഒന്ന് കുക്കായി വരാനായിട്ട് നമുക്കൊന്ന് അടച്ചു വയ്ക്കുക ഒരിത്തിരി സമയം. അപ്പോൾ ഞാനിത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞ് പിടിച്ചാലോന്നൊക്കെ വിചാരിച്ച് ഇടയ്ക്ക് ഞാൻ ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നമ്മുടെ തക്കാളിയൊക്കെ ഒരുവിധം കുക്കായിട്ടുണ്ട്. നോക്കി ഇതിനകത്തേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ വെള്ളമൊക്കെ നമ്മൾ ചേർത്തത് നല്ലപോലെ തിളച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഇതിലേക്ക് നമുക്ക് മുട്ട പുഴുങ്ങിയെടുത്തത് വെച്ച് കൊടുക്കാം. അപ്പം ഞാൻ എന്താ ഫ്ലെയിമൊക്കെ ഓഫാക്കണം. അപ്പോൾ നമ്മുടെ കറി ഇതാ ഇവിടെ റെഡി ആയിട്ടോ. അപ്പോൾ അങ്ങനെ എഗ്ഗ് കറി റെഡി ആയിട്ടുണ്ട്. ഇനി ഒരുപാട് ജോലികൾ കിടപ്പുണ്ട് കേട്ടോ എനിക്ക്. അപ്പോൾ അതെല്ലാം എനിക്ക് ചെയ്ത് തീർക്കാറുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുത് കേട്ടോ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ലിജീസ് വ്ലോഗ്സ് എന്നുള്ള ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാനും എന്നെ സപ്പോർട്ട് ചെയ്യാനും ഒട്ടും തന്നെ മറക്കരുത്. വീണ്ടും നമുക്ക് നല്ലൊരു വീഡിയോയുമായി കാണാം. ബൈ ബൈ.